ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യദിതി സർവം ഓംകാര ഏവ യച്ചാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹി തദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ. ജാഗ്രതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനരപ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതി ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞ യേശ അന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭവപ്രിയോ ഹി ഭൂതാനാം. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അംബികദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരമോങ്കാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ കാരോ മകാര ഇതി. ജാഗ്രതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ്വാ ആപ്നോതി വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയാം മാത്ര ഉത്കർഷാദ് ഉഭയത്വാദ്വാ ഉത്കർഷതി വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിദ് കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രാജ്ഞോ മകാരസ്തൃതീയാം മാത്രാമിതേരപീതേർവാ വിനോദിഹ വാ ഇദം സർവം അപേദിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യാവഹാരിക പ്രപഞ്ചോപശമസ്യോ അദ്വൈതേവം ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ.
അനാദശാന്തി 31-ാം കാര്യം. ആദാവന്തേ ച യന്നാസ്തി വർത്തമാനേപി തത്തഥാ വിദധൈ സദൃശാ സന്തോ അവിദധാ ഇവ ലക്ഷിതാഃ. ആദാവന്തേ ച യന്നാസ്തി വർത്തമാനേപി തത്തഥാ. ഒരു വസ്തു ആദിയിലും അന്തത്തിലും അസത്താണെങ്കിൽ, അതിന്റെ തുടക്കവും ഒടുക്കവും അസത്താണെങ്കിൽ, വർത്തമാനേപി ഇപ്പോ അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും അത് അസത്ത് തന്നെയാണ്. പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നില്ല. എല്ലാ ഭ്രാന്തികളും അങ്ങനെയാണ്. അതിനൊരു ഭ്രാന്തമായൊരു അനുഭവം ഉണ്ടായാൽ ആ അനുഭവത്തിന് മുമ്പ്, അനുഭവത്തിന് ശേഷവും അത് നിലനിൽക്കുന്നില്ല. അനുഭവത്തിന് മുമ്പും അനുഭവത്തിന് ശേഷവും അത് നിലനിൽക്കുന്നില്ലെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ നിലനിൽക്കുന്നു എന്ന് തോന്നിയാലും അത് പരമാർത്ഥമല്ല, ആകാൻ വഴിയില്ല. മരുമരീചികയും മറ്റും അങ്ങനെയാണ്. അതിന് സദൃശമാണ് വിദധൈഹി സദൃശ. അങ്ങനെ അനുഭവപ്പെടുന്നത് വിദഗ്ധങ്ങളെപ്പോലെയാണ്. വിദഗ്ധം എന്ന് പറയുമ്പോൾ മരുമരീചികയും മറ്റും. സത്യം അല്ലെങ്കിലും സത്യമെന്ന് അനുഭവപ്പെടുന്നു. അതിന്റെയും പ്രത്യേകത എന്താണ്? വിദഗ്ധൈഹി സദൃശ, അവയെപ്പോലെയാണ്. അവ അനുഭവപ്പെടുന്നതിന് മുമ്പ് അതില്ല, വെറും ഒരു തോന്നൽ മാത്രം. ക്ഷണം കൊണ്ട് ആ തോന്നൽ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീടുമില്ല. അതിന് സദൃശമാണ് ഈ പ്രപഞ്ചാനുഭവം എന്നാണ്. ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ആദ്യന്തങ്ങൾ ഇല്ലാതാകുന്നത്? നമ്മൾ കരുതുന്നതിന് ആദിയും അന്തവുമുണ്ട്. അതുപോലെയല്ല, മരുമരീചിക പോലെയല്ല. മരുമരീചിക ഉണർന്നിരുന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ ആദ്യാന്തങ്ങൾ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതെങ്ങനെ? ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ദീർഘമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ദീർഘമായ കാലത്തിൽ സ്ഥായിയായ ദേശത്ത് ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ മരുമരീചിക സമമാവും? ഇതിനുമുണ്ട് ആദ്യന്തങ്ങൾ. ഇതിനും ദീർഘകാലവും സ്ഥായിയായ ദേശമൊന്നുമില്ല. കാരണം ഇതാരംഭിച്ചത് ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ജാഗ്രത അനുഭവത്തിന് മുമ്പ് ഇതില്ല. അത് അനുഭവത്തിന്റെ തലത്തിൽ ചിന്തിക്കുന്നു. ആദ്യം ബാഹ്യമായി കാണുന്ന വസ്തുക്കളിൽ സത്യബോധം ഉണ്ടാകും. ഇത് സത്യമാണ്. വാസ്തവത്തിൽ ഈ വസ്തുക്കളിൽ കാണുന്ന സത്യബോധം ഇത് സത്യമാണ്, ഉള്ളതാണ്, പരമാർത്ഥമാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതന്നെ എന്താണ്? അത് മനസ്സിന്റെ ഒരു തോന്നലാണ്. എന്ന് പറഞ്ഞാൽ ഈ ചിത്തത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ചിത്തം വസ്തുക്കളെ സൃഷ്ടിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആ ചിത്തം തന്നെ അതിൽ സത്യത്വം അതിനെ സൃഷ്ടിക്കുന്നു. രണ്ടും ചിത്തത്തിന്റെ സൃഷ്ടിയാണ്. വസ്തുവിനെ സൃഷ്ടിച്ച ആ ചിത്തം തന്നെ അത് സത്യമാണെന്നുള്ള അതിനെ സൃഷ്ടിക്കുന്നു.
എന്നിട്ട് അതേ ചിത്തം തന്നെ എന്ത് ചെയ്യുന്നു? അതിനെ അഭേദമായി ഗ്രഹിക്കുന്നു. ആ വസ്തുവിനെയും ആ സത്യത്തെയും ഒന്നായി ഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത് സത്യമാണ്, ഇത് തോന്നലല്ല. ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നു ജാഗ്രത തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഉണർന്നതിന് ശേഷം. ആ ഉണർന്നതിന് മുമ്പ് അവിടെ വസ്തുവില്ല, വസ്തുവിൽ ഉള്ള സത്യബോധമില്ല. അതാണ് ആദൗ എന്നാസ്തി എന്ന് പറയുന്നത്. അപ്പൊ തുടക്കത്തിൽ ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ കാലദേശങ്ങൾക്കുള്ള സ്ഥായിത്വം അതെങ്ങനെ നമുക്ക് സത്യമാണെന്ന് കരുതാൻ പറ്റും? കാരണം ഉറക്കം, സുഷുപ്തി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ രാത്രിയിൽ ഉറക്കം, പകല്, ജാഗ്രത, അങ്ങനെയല്ല. സുഷുപ്തിയും ജാഗ്രതയും മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കും. രാത്രിയും പകലും അനുസരിച്ചല്ല. ഇവിടെ നമ്മൾ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ എത്രയോ സമയം നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്നു, തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരുന്നു. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? രാത്രി ഉറങ്ങുന്നു, പകൽ ഉണർന്നിരിക്കുന്നു. അങ്ങനെയല്ല സംഭവിക്കുന്നു. ജാഗ്രത പോലെ തന്നെ സുഷുപ്തിയും മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സുഷുപ്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ജാഗ്രതത്തിന്റെ ആദി. അവിടെ ആദൗ നാസ്തി, സുഷുപ്തിയിലിതില്ല. വീണ്ടും ഈ ജാഗ്രതയിൽ നിന്ന് കുറച്ച് സമയം ഉണർന്നിരിക്കുന്നു, 10-15 മിനിറ്റ് ഉണർന്നിരിക്കുന്നു, വീണ്ടും സുഷുപ്തിയിലേക്ക് പോകുന്നു. അത് അന്തം. ഒരു തരത്തിൽ നോക്കിയാൽ ജാഗ്രതത്തിനേക്കാൾ കൂടുതൽ നമുക്ക് സുഷുപ്തിയാണ്. എന്നിട്ടാണ് പറയുന്നത് എന്ത്? ഇത് സ്ഥായിയാണ്, ദീർഘമായ അനുഭവമാണ്. ഈ ഇടയ്ക്ക് വരുന്ന സുഷുപ്തിയെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ദീർഘമായിരിക്കുന്നത് എന്താണ്? സുഷുപ്തിയാണ്, ജാഗ്രത. പക്ഷെ അതിനെ നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല. ജാഗ്രത ആണെങ്കിലോ അത് സ്ഥായിയായി നിൽക്കുന്നുമില്ല, ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നു. കുറച്ച് സമയം ജാഗ്രതയിൽ വരുന്നു, വീണ്ടും സുഷുപ്തി പോകുന്നു, വീണ്ടും ജാഗ്രത വരുന്നു. എവിടെയാ ജാഗ്രതത്തില് സ്ഥായിത്വം? കാലദേശങ്ങൾക്ക് അവിടെ സ്ഥായിത്വം. ആ സ്ഥായിത്വം വേണമെങ്കിൽ എന്ത് വേണം? ഈ ഇടയ്ക്ക് സുഷുപ്തി കടന്നു വരാതെ ഉള്ള ജാഗ്രതയിലിരിക്കണം. അതാർക്കും കഴിയുന്നില്ല. പിന്നെ ആദ്യന്തങ്ങളുണ്ട്. എന്നുവെച്ചാൽ ആദ്യന്തങ്ങളിൽ ഈ ജാഗ്രതയില്ല. ആദൗ അന്തേജ എന്നാസ്തി. ആദിയിലും അന്തത്തിനും ഈ ജാഗ്രതയില്ല. ഇത് മധ്യഭാഗത്ത് കാണുന്ന ഒന്നാണ്, അല്പസമയത്തേക്കുള്ള ഒന്നാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ചിത്തം ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിക്കുന്നു. അവിടെ ഇതിൽ സത്യത്വ ബോധത്തെ ഉണ്ടാകുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു, ഇത് ആദിയിലും അന്ത്യത്തിനും ഇങ്ങനെയാണ്. ഇല്ലാത്തതാണെങ്കിൽ ഒരല്പകാലത്തേക്ക്, ഒരല്പദേശത്തിൽ ഇതൊക്കെ എങ്ങനെ സത്യമായിരിക്കും? വർത്തമാനേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തും തത്തഥ. മുമ്പെങ്ങനെയാണോ അത് ഇല്ലാതിരുന്നത്. എങ്ങനെ ഇല്ലായിരുന്നു? ആ ഉറക്കത്തിൽ കാലദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാലമില്ല, ദേശമില്ല. വീണ്ടും ഈ ജാഗ്രതയിൽ നിന്ന് അറിയാതെ തന്നെ സുഷുപ്തിയിലേക്ക് പോകും. അവിടെയും തത്തഥ, അവിടെയും കാലദേശങ്ങളില്ല. കാലദേശങ്ങളില്ലെങ്കിൽ പ്രപഞ്ചബോധമില്ല, സത്യാനുഭവമില്ല. നമുക്ക് വാസ്തവത്തിൽ ഈ സത്യാനുഭവം സത്യത്തിലല്ല ഉള്ളത്, മിഥ്യയിലാണുള്ളത്. സത്യാനുഭവമുണ്ട്. സത്യാനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഇത് സത്യമാണ്.
എന്റെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ച സത്യമാണ്, ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശവും സത്യമാണെന്ന് പറയുന്നു. പക്ഷെ അത് മിഥ്യയിലുള്ള സത്യാനുഭവമാണ്, ഇല്ലാത്തതിലുള്ള സത്യാനുഭവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദിയിലും അന്ത്യത്തിലും അതില്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പ് അതാണ് ആദി എന്ന് പറയുന്നത്, ഇത് അവസാനിച്ചതിന് ശേഷം അതാണ് അന്തം. അവിടെ എന്തായിരുന്നു? അവിടെ സുഷുപ്തി. അല്ല, നമ്മൾ ഇനി ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഇത് തന്നെ സംഭവിക്കുന്നു. ഈ ജാഗ്രത അവിടെ ഉണ്ടായിരുന്നില്ല സ്വപ്നത്തിൽ. ഇനി നമ്മൾ ജാഗ്രതയിൽ നിന്നൊരു സ്വപ്നത്തിലേക്ക് കിടക്കുന്നു, അവിടെ ജാഗ്രതയില്ല. ഇനി ജാഗ്രതയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെയും ദേശകാലങ്ങളുണ്ട്, അവിടെയും നമ്മളതിനെല്ലാം ജാഗ്രതയായി തന്നെ അനുഭവിക്കും, സ്വപ്നമായിട്ടല്ല. ആ ജാഗ്രതയിൽ വസ്തുക്കളുണ്ട്, മനസ്സാ വസ്തുക്കളെ സൃഷ്ടിക്കുന്നു. സ്വപ്നത്തിൽ സ്വപ്നമാകുന്ന ജാഗ്രത, സ്വപ്നം കാണുന്നവനത് ജാഗ്രത തന്നെ. അവിടെ മനസ്സ് വസ്തുക്കളെ സൃഷ്ടിക്കുന്നു, അതിൽ സത്യത്വം സൃഷ്ടിക്കുന്നു, സത്യമാണെന്നുള്ള തോന്നലിനെ സൃഷ്ടിക്കുന്നു. അവിടെ എന്താണ്? ആദ്യ അന്തങ്ങളിൽ ആ സ്വപ്നത്തിന് മുമ്പ് എന്തായിരിക്കും? ഒരുപക്ഷെ അതൊരു ജാഗ്രത ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സുഷുപ്തിയായിരിക്കും. വീണ്ടും അത് ജാഗ്രതയിലേക്കോ സുഷുപ്തിയിലേക്കോ പോകുന്നു. അവിടെയും വർത്തമാനത്തിലിരിക്കുന്നു. സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വർത്തമാനം. ആദ്യ അന്തങ്ങളില്ലാത്ത ഒന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കാലത്ത്, ചെറിയൊരു ദേശത്തിൽ അതങ്ങനെ സത്യമാകുന്നതാണ്. എന്തുകൊണ്ട് സത്യമായിക്കൂടാ? സത്യമാകണമെങ്കിൽ ആ അനുഭവം തുടർന്ന് തന്നെ നിൽക്കണം. ആ അനുഭവം തുടർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് പറയാം ഈ സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാധിക്കപ്പെടാത്തതാണ്, ഒരിക്കലും അനുഭവത്തിൽ നിന്ന് മാറിപ്പോകാത്തതായിരിക്കണം, എന്നാലേ സത്യം എന്ന് പറയാം. സത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? മാറ്റമില്ലാത്തത്. മാറ്റമില്ലാത്തതാണ് സത്യം. ഈ ജാഗ്രതയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, മാറിപ്പോകുന്നു. സ്വപ്ന ജാഗ്രതയിൽ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്നും മാറിപ്പോകുന്നു. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, അതായത് സുഷുപ്തിയിൽ നിന്ന് തുടങ്ങുന്നു, ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക്, സുഷുപ്തിയിലേക്ക് ഇത് പോകുന്നു. എന്നിട്ട് പിന്നെ ഇതിനെങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും? എന്തടിസ്ഥാനത്തിലാണ് ഇതിന് സത്യം എന്ന് പറയുന്നത്? അതുകൊണ്ട് പറയുന്നു വിദഗ്ധൈഹി സദൃശാഹ. ഏതെങ്കിലും നിങ്ങൾക്ക് സത്യമല്ലാന്ന് തോന്നുന്ന ഒരു അനുഭവത്തെ എടുക്കുക, അതിന് സമമാണ് ഇത്. ഒരു വ്യത്യാസമുണ്ട്. സത്യമല്ല എന്ന് തോന്നുന്ന അനുഭവം സ്വപ്നം തന്നെ, ഉണർന്നതിന് ശേഷം മനസ്സിലാകുന്നു സത്യമല്ല. അത് ഉറപ്പിക്കുന്നു. എന്തുകൊണ്ട് ഉറപ്പിക്കുന്നു? അതിന് കാരണം ആ സ്വപ്നത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ ജാഗ്രതയിലായിരുന്നു, അല്ലെങ്കിൽ സുഷുപ്തിയിലായിരുന്നു. സ്വപ്നത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ജാഗ്രതയിലേക്ക് അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക്. സുഷുപ്തിയിലേക്ക് പോയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ജാഗ്രതയിലേക്ക് വന്നാൽ പറയുന്നത് എന്താണ്? വിധതങ്ങളാണത്. സത്യമല്ല. എന്തുകൊണ്ട്? അതിന് മുമ്പും അതിന് പിമ്പുമില്ല. ഇപ്പോൾ അതില്ല. സ്വപ്നം ഇപ്പം നിലനിന്നിരുന്നെങ്കിൽ നമുക്കിത് അസത്യമെന്ന് പറയാൻ പറ്റത്തില്ല. സ്വപ്നം ഇപ്പം നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നത് അസത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രത ഇനി അടുത്ത നിമിഷം അതില്ലാതാകും. ഇല്ലാതാകുമ്പോൾ ഇതിനെ വിധതം, അസത്യമെന്നല്ലേ പറയാൻ പറ്റും. ഇതിനെങ്ങനെ സത്യമെന്ന് പറയാൻ പറ്റും? വിദധേഹി സദൃശാസന്തഃ. ഇത് അസത്യമായ അനുഭവത്തിന് സദൃശമാണ്. സദൃശം എന്നെന്തുകൊണ്ട് പറയുന്നു? നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് അസത്യം നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നത്തിൽ യുക്തിക്ക് നിരക്കാത്തതോ അസ്വാഭാവികമായോ
എന്തെല്ലാം ദൃശ്യങ്ങൾ കണ്ടാലും ശരി, നമുക്കൊരിക്കലും സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ അസത്യമെന്ന് വിളിക്കാൻ പറ്റും. അതിന് ഭ്രമമെന്നോ മായയെന്നോ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഉണർന്നിരുന്ന് നോക്കുമ്പോൾ എന്താണ്? അത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണ്, നമ്മുടെ പൂർവാനുഭവങ്ങളോട് യോജിക്കാത്തതാണ്. പക്ഷെ എന്നാലും ആ സമയത്ത് നമുക്കതിന് അസത്യം എന്ന് പറയാനേ കഴിയുന്നില്ല. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നില്ല ഇത് അസത്യമാണെന്ന്, മറിച്ച് സത്യമാണെന്നേ പറയാൻ കഴിയുന്നു. സ്വപ്നത്തിലും അത് തന്നെ പറയുന്നു, അത് സത്യം തന്നെ. അതുകൊണ്ട് പറയുന്നു വിധതൈഹി സദൃശാഹ. നമുക്ക് ഇവിടെ ഇരുന്ന് ജാഗ്രതയിലിരുന്ന് ജാഗ്രതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രേ പറയാൻ കഴിയുന്നത്. എന്താണ്? ഇതും സ്വപ്നം പോലെ തന്നെ, സ്വപ്ന സമാനമാണ്. എങ്ങനെയാണ് സമാനത? അത് അവസാനിച്ചു പോയി, ഇതും അവസാനിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അത് സത്യമായിരുന്നില്ല, അതുകൊണ്ട് ഇതും സത്യമല്ല എന്ന് പറഞ്ഞാലും പറയുന്നു അവിദ്യത ഇവ ലക്ഷിതാഹ. പക്ഷെ സത്യം പോലെ അനുഭവപ്പെടുന്നു. അത് അസത്യാനുഭവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എവിടെ അനുഭവം ഉണ്ടാകുന്നു, അത് ഏത് തരത്തിലുള്ള അനുഭവമായാലും ശരി, അത് സത്യമായിട്ട് അനുഭവപ്പെടും. ഒരനുഭവം അതനുഭവിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് മിഥ്യയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാ ഭ്രമങ്ങളും അങ്ങനെ. മരുമരിചയെ കാണുമ്പോൾ നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു. രജ്ജുസർപ്പത്തെ കാണുന്നു, സത്യമായി അനുഭവപ്പെടുന്നു, ഭയക്കുന്നു, നിലവിളിക്കുന്നു. അതെല്ലാം സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഏത് ഭ്രമാനുഭവം ഉണ്ടായാലും ശരി, അത് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. മരുമരീചിയെ സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, അതിന്റെ തത്വത്തെ മനസ്സിലാക്കിയവൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുന്നു. ഇത് സത്യം പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് സത്യമല്ല. എന്നാൽ അയാളുടെ അനുഭവത്തെ അയാൾക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. തന്റെ മുമ്പിൽ നിന്ന് ആ കാഴ്ചയെ മാറ്റാൻ പറ്റുന്നില്ല. സത്യമല്ല എന്നറിഞ്ഞാലും വീണ്ടും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ കാഴ്ച വേണ്ടാന്ന് ആഗ്രഹിച്ചാലും അത് മാറുന്നില്ല, അല്ലെങ്കിൽ അത് സ്വയം മാറുന്നു. മുമ്പിലുള്ള പ്രകൃതിക്ക് മാറ്റം വരണം. എന്നാൽ മരുമരീചികയില്ലാതാകും, താനായിട്ടില്ലാതാക്കുന്നതല്ല. അതാണ് ആ വിധതായി വലക്ഷിത. സത്യം പോലെ അനുഭവപ്പെടുന്നു. സത്യമല്ല എന്നറിഞ്ഞാലും സത്യം പോലെ അനുഭവപ്പെടുന്നു. ഇതാണ് പ്രപഞ്ചാനുഭവത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ പ്രപഞ്ച സത്യമാണോ എന്ന് കരുതുന്നത് അസാംഗത്യമൊന്നുമില്ല. കാരണം അത് വെറും ഒരു കരുതലല്ല, അയാളുടെ അനുഭവമാണ് പ്രപഞ്ച സത്യമാണ്. ഗുരു ഉദ്ബോധിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രുതി പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വയം അനുഭവപ്പെടുമ്പോൾ മാത്രമേ അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. എന്താണിത്? സത്യമല്ല, അസത്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് അവിധത, സത്യം എന്നതുപോലെ അനുഭവപ്പെടുന്നു. സത്യമല്ല എന്ന് മനസ്സിലാക്കിയവനും സത്യമാണെന്ന് ഗ്രഹിക്കുന്നവൻ, രണ്ടു കൂട്ടർ. സത്യമല്ല എന്ന് മനസ്സിലാക്കിയവനോ ഈ പ്രതീതി, പ്രപഞ്ച പ്രതീതി അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, മുമ്പ് എങ്ങനെയാണോ ഇവൻ ഇതിനെ സത്യമായി ഗ്രഹിച്ചിരുന്നപ്പോൾ അനുഭവപ്പെട്ടത്, അതുപോലെ തന്നെ വീണ്ടും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മരുമരീചിക സത്യമല്ല എന്ന് ബോധ്യപ്പെടുത്തിയാലും, അത് ബോധ്യപ്പെട്ടാലും കാണുന്നവനും വീണ്ടും അവിടെ ജലം തന്നെ കാണുന്നു. വാസ്തവത്തിൽ അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ, പക്ഷെ അവൻ ജലം തന്നെ കാണുന്നു. അതാണ് ബോധ്യപ്പെട്ടവനും കാണുന്നു എന്ന് പറയുന്നത്. ബോധ്യപ്പെടാത്തവനാണെങ്കിലോ
അവൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ തന്നെ കാണുന്നു. ഇതാണ് പ്രപഞ്ചാനുഭവത്തിന്റെ സാമാന്യമായ നില. ഈ കാര്യം മുമ്പ് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ആദാവ് അന്തേചയന്നാസ്തി വർത്തമാനേവി തത്തഥാ വിദധൈ സദൃശാ സന്തോ അവിദധായിവ ലക്ഷിതാഃ. സപ്രയോജനതാ തേഷാം സ്വപ്നേ വിപ്രതിപദ്യതേ തസ്മാദ് ആദ്യന്തവത്വേന മിഥ്യേവ ഖലു തേ സ്മൃതാഃ. സപ്രയോജനത തേഷാം സപ്രയോജനത സ്വപ്നേ വിപ്രതിപദ്യതേ. ഇത് അനുഭവിക്കുന്ന സമയത്ത് സത്യമായി അനുഭവപ്പെട്ടാലും ഇത് സത്യമല്ല എന്നാണ്. കാരണം ഇത് അനുഭവവേളയിൽ തുടർന്ന് നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? സപ്രയോജനത. അതിന്റെ സപ്രയോജനത സ്വപ്നേ വിപ്രതിപത്തി. സ്വപ്നത്തിൽ അത് മാറിപ്പോകുന്നു. സപ്രയോജനത എന്ന് പറയുന്നത് എന്ത്? ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ജാഗ്രതത്തിൽ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി. പക്ഷെ സ്വപ്നത്തിൽ വീണ്ടും വിശക്കും. അതേ വ്യക്തി തന്നെയാണ് സ്വപ്നം കാണുന്നത്. ബോധത്തിന് മാറ്റമില്ല സ്വപ്നത്തിൽ. ശരീരം മാറാം, മറ്റ് ദൃശ്യങ്ങളെല്ലാം മാറാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്. സ്വപ്നത്തിൽ മറ്റെല്ലാം മാറിയിട്ടും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാനെല്ലാം മറ്റൊരാളാണ് എന്നനുഭവം ആർക്കുമില്ല. താൻ തന്നെ അനുഭവത്തിന്റെ മറ്റൊരു തരത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ പ്രയോജനത അവിടെ മാറിപ്പോകുന്നു. ഇവിടെ ദാഹം ഉണ്ടായിരുന്നു. ഭാഷ്യകാരൻ ഇതെല്ലാം മുമ്പ് വളരെ വിശദമായി വർണ്ണിച്ചു. ഇവിടെ നല്ല ദാഹം ഉണ്ടായിരുന്നു. പക്ഷെ സ്വപ്നത്തിൽ ചെന്നപ്പോൾ അവിടെ ദാഹമില്ല. ഇവിടെ ആഹാരം കഴിച്ച് വിശപ്പ് മാറ്റി. പക്ഷെ അവിടെ ചെന്നപ്പോൾ വിശക്കുന്നു. ഇവിടെ ധനവാനായിരുന്നു. അവിടെ ചെന്നപ്പോൾ ദരിദ്രനായി. ഇവിടെ ആരോഗ്യമുള്ളവനായിരുന്നു. അവിടെ ചെന്നപ്പോൾ രോഗിയായി. ഇവിടെ ഭയമില്ലാത്ത ധീരനായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയം വന്നു. ഇവിടെ ജ്ഞാനിയായിരുന്നു. വേദാന്തമെല്ലാം പഠിച്ച ജ്ഞാനി. സ്വപ്നത്തിൽ ചെന്നപ്പോൾ അജ്ഞാനിയായി. അപ്പോൾ ഇത് എന്താണ്? ഇവിടെ എന്തെല്ലാം പ്രയോജനത്തെ നമ്മൾ ആർജിക്കുന്നോ അതെല്ലാം അവിടെ ഇല്ലാതായിത്തീരുന്നു, മറിച്ച് സംഭവിക്കുന്നു. സ്വപ്നത്തിലും നമ്മൾ എന്തൊക്കെ ആർജിക്കുന്നോ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ വിപ്രതിപദ്ധ്യത, അതെല്ലാം നഷ്ടപ്പെടുന്നു. ജാഗ്രതത്തിൽ മൂർഖനായിരുന്നു, സ്വപ്നത്തിൽ ഗുരുവായി, ഒരുപാട് ഭക്തന്മാരൊക്കെ ഉണ്ടായി. നല്ല സന്തോഷത്തിരിക്കുമ്പോഴാണ് ചാടി എണീക്കുന്നത്, എല്ലാം പോയി. വീണ്ടും ദുഃഖിതനാകുന്നു. ഇതിങ്ങനെ സംഭവിക്കും. ഈ സപ്രയോജനത്വം എന്തുകൊണ്ട് സ്ഥായിയായി നിലനിൽക്കുന്നില്ല? ഈ രണ്ടനുഭവങ്ങളും ഒരുപോലെ അസത്യമായതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ അനുഭവത്തെ തുടരാൻ കഴിയുന്നില്ല? രണ്ടും പരസ്പരം ബാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നിലിരുന്നുകൊണ്ട് ഇത് സത്യം മറ്റേത് അസത്യം എന്ന് പറയുന്നതിന് എന്താ കാര്യമുള്ളത്? ജാഗ്രതത്തിലിരുന്നാണ് ചർച്ച ചെയ്യുന്നത്. ജാഗ്രതത്തിലിരുന്നുകൊണ്ട് ഇതിനെ സത്യമായി തന്നെ തീരുമാനിക്കുന്നു, സ്വപ്നം അസത്യമാണ്. പക്ഷെ രണ്ടിൽ നിന്നും മാറി നോക്കുക, സ്വപ്നത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്.
ഈ ചർച്ചയൊക്കെ സ്വപ്നത്തിൽ സംഭവിക്കും. അവിടെ നമ്മൾ എന്ത് പറയും? ഇതാണ് ജാഗ്രത. പക്ഷേ തിരിച്ച് ആ സ്വപ്നത്തിൽ നിന്ന് വിട്ട് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. ആ ജാഗ്രത നഷ്ടപ്പെട്ടു. അവിടുത്തെ എല്ലാ പ്രയോജനങ്ങളും ഇവിടെ ശൂന്യമായി. അതുകൊണ്ട് ഇവിടുത്തെ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിലുണ്ടാകുന്ന സപ്രയോജനത്വം, ഇതെല്ലാം തസ്മാത് ആദ്യന്തവത്വേന, ഇതിനെല്ലാം ആദ്യന്തങ്ങളുള്ളതാണ്. ആ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പില്ല. ആ അനുഭവത്തെ വിടുമ്പോൾ അതെല്ലാം അവസാനിച്ചും പോകുന്നു. അതുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത്, നമ്മൾ ജാഗ്രതയിലിരുന്ന് നമ്മുടെ ബുദ്ധിയെ ഈ പദാർത്ഥങ്ങളിൽ ഉറപ്പിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പദാർത്ഥങ്ങളിലുള്ള സത്യത്വത്തെ കണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും ഇത് സ്വപ്നം പോലെ സത്യമല്ല എന്ന് നിർണയിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആ പദാർത്ഥങ്ങളിൽ ഊന്നിയുള്ള ഒരു ചിന്തയല്ല, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായൊരു ചിന്തയല്ല. വസ്തുനിഷ്ഠമായൊരു ചിന്തയിൽ ഇത് അസത്യമൊന്നും ഒരിക്കലും ബോധിക്കാൻ പറ്റത്തില്ല. അല്ലെ, നമ്മളൊരു വസ്തുവിനെ ഭൗതികമായി പഠിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ഘടനകൾ എന്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആ വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ അതിനെ സത്യമെന്ന് കരുതിയേ പഠിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അത്തരമൊരു പഠനത്തിലൂടെ, ചിന്തയിലൂടെ ഇതിന്റെ അസത്യത്തെ ബോധിക്കാൻ പറ്റത്തില്ല. മറിച്ച് ഇത് സത്യമാണെന്നുള്ളത് ദൃഢപ്പെട്ട് വരും. കാരണം നമ്മളുടെ മനസ്സ് നമ്മൾ വസ്തുവിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ മിഥ്യയാണെന്ന് പറയുന്നത് നമ്മളൊരു വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കതൊരു വലിയ തമാശയായി തോന്നും, വലിയൊരു പരിഹാസമായി തോന്നും. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ചിന്തയ്ക്ക് ശീലമില്ലാത്തതുകൊണ്ട്. ഇത് സ്വപ്നം പോലെയാണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഏത് തരത്തിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇവിടെ പറയുന്നത് ആത്മനിഷ്ഠമായിട്ടാണ്, വസ്തുനിഷ്ഠമായിട്ടല്ല. വസ്തുനിഷ്ഠമായി ചിന്തിച്ച് ഇത് അസത്യമാണെന്ന് ഒരിക്കലും ബോധിക്കാൻ പറ്റത്തില്ല. ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ, ഇവിടെ ആത്മാവെന്ന് പറയുന്നത് ചിത്തം തന്നെ. ആത്മാവെന്നുള്ള ഇവിടെ ഉപയോഗിക്കാറില്ല. ചിത്തം എന്നാ പറയുന്നത്, ബോധം എന്നാ പറയുന്നത്. ഇവിടുത്തെ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ബോധനിഷ്ഠമായിട്ടാണ്. ഭൗതികമായി ചിന്തിക്കുമ്പോൾ എന്താണ്? വസ്തുവിൽ ബോധത്തെ നിർത്തി ചിന്തിക്കുന്നു. ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോഴോ ബോധത്തിൽ വസ്തുക്കളെ കണ്ടുകൊണ്ട് ചിന്തിക്കുന്നു. പ്രപഞ്ചത്തെ ബോധത്തിൽ കാണും, ചിത്തത്തിൽ കാണും. അതുപോലെ സ്വപ്നം പോലെ. സ്വപ്നത്തിൽ എന്ത് ചെയ്യുന്നു? വസ്തുക്കളെ നമ്മൾ ചിത്തത്തിലാണ് കാണുന്നത്. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാകും. നമ്മൾ പറയും എന്താണ്? എല്ലാം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പറയും എല്ലാം ഉള്ളിലാകേണ്ടത്. ഈ ഉള്ളെന്നും മനസ്സെന്ന് പറയുന്നത് എന്താണ്? അതിനാണ് ഇവിടെ ചിത്തമെന്ന് പറയുന്നത്. അപ്പോൾ ചിത്തത്തിൽ വസ്തുക്കളെ കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ്? ഇത് കേവലം ചിത്തത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്, സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്തതാണ്. വാസ്തവത്തിൽ ഇതിനെ സത്യമെന്ന് കരുതിയാലും അസത്യമെന്ന് കരുതിയാലും ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്താണ്? ഇതിനെല്ലാം വസ്തുനിഷ്ഠമായി പഠിച്ചാലും ആത്മനിഷ്ഠമായി പഠിച്ചാലും ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് മനസ്സാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെ സത്യമാണെന്ന് ഉറപ്പിക്കുന്നു. എവിടെ ഉറപ്പിക്കുന്നു? മനസ്സ്. വേറെ എവിടെയെങ്കിലും ഇത് ഉറപ്പിക്കാനുണ്ടോ? എല്ലാ അഭ്യാസങ്ങളും നടക്കുന്ന ഇവിടെ മനസ്സിലാണ്.
എല്ലാ സിദ്ധാന്തങ്ങളും രൂപീകരിക്കുന്ന ഇവിടെ മനസ്സിലാണ്. അവിടെ പുറമേ വസ്തുവിലല്ല. പുറമേയുള്ള വസ്തുവിൽ നമുക്കൊരു സിദ്ധാന്തവും ഒന്നും പറ്റുന്നില്ല. എല്ലാം അവനവന്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്, അവനവന്റെ മനസ്സിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ മനസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ അത് മനസ്സിലാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ പറയും അത് അസത്യമാണ്. അതാണ് സ്വപ്നത്തെ അസത്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവിടെ തിരിച്ചറിയുന്നത് മനസ്സിലാ സംഭവിച്ചത്, ചിത്തത്തിലാ സംഭവിച്ചത്. അപ്പൊ എവിടെയാണോ വാസ്തവത്തിൽ അത് സത്യമാണല്ലോ. സ്വപ്നം സംഭവിച്ചത് മനസ്സിലാണ്, അത് സത്യമല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ആ സത്യമായ തിരിച്ചറിവ് ഉണ്ടപ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഓ അത് പരമാർത്ഥമല്ല, കാരണം അത് മനസ്സിൽ സംഭവിച്ചതാണ്. പക്ഷെ ജാഗ്രതയിൽ എന്ത് സംഭവിക്കുന്നു? ബഹിർമുഖമായി പോകുന്നു. മനസ്സിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇതിനൊന്നും മനസ്സില്ലാതെ വേറെ ഒരു ആധാരവുമില്ല. എങ്കിലും വിഷയനിഷ്ഠമായി ചിന്തിച്ചിട്ട് മനസ്സിനെ വിഷയത്തിൽ ഉറപ്പിച്ചിട്ട് ഇതെല്ലാം പുറമേ സംഭവിക്കുന്നു എന്ന് കരുതുന്നു. പുറമേ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി നാശങ്ങൾ പുറമേ സംഭവിക്കുകയാണ്, വസ്തുവിൽ സംഭവിക്കുകയാണെന്ന് കരുതുന്നു. സ്വപ്നത്തിലും അത് തന്നെ കരുതിയത്. സ്വപ്നത്തിനും നമ്മൾ അനുഭവിച്ചത് എന്താണ്? സൃഷ്ടിസ്ഥിതി നാശങ്ങൾ. അവിടെ അതെവിടെ സംഭവിച്ചു? വസ്തുവിൽ സംഭവിച്ചായി കണ്ടു. അവിടെ ഒരു വിത്ത് കുഴിച്ചിട്ടു, അത് വളർന്നു, വൃക്ഷമായി, അതിൽ നിന്ന് ഫലങ്ങളുണ്ടായി. അതെല്ലാം പുറമേ വസ്തുവിൽ സംഭവിക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ ഉണർന്നതിന് ശേഷം എന്ത് പറയുന്നു? അതെല്ലാം മനസ്സിലാ സംഭവിച്ചത്. ഉണർന്നതിന് ശേഷം പറയാൻ പറ്റുമോ അതൊക്കെ അവിടെ ബാഹ്യമായി സംഭവിച്ചു എന്ന്? മനസ്സിലാ സംഭവിച്ചു. ജാഗ്രതത്തിൽ ഇത് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്താണ്? ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്തത്തിലാണ്, ബാഹ്യമായിട്ടല്ല, ഏതുപോലെ സ്വപ്നം പോലെ. അപ്പോൾ മനസ്സിലാവും എന്താണ് ഇത് സത്യമല്ല. ആ സമയത്തേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതാണ് ആത്മനിഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലാവും എന്താണ് ഇത് ആദ്യന്തങ്ങളുള്ളതാണ്, സ്ഥായിയല്ല. അപ്പോൾ വസ്തുനിഷ്ഠമായ ചിന്തയിൽ നിന്നും മാറി ആത്മനിഷ്ഠമായി കാര്യങ്ങൾ എപ്പോഴാണോ ഗ്രഹിക്കുന്നത് അപ്പോൾ മനസ്സിലാകും. അതുവരെ അത് മനസ്സിലാകത്തില്ല. അതുവരെ ഇത് അസത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിഹാസമായി നമുക്ക് തോന്നും, ഇതൊരു തമാശ പോലെ തോന്നും. ആ ചിന്തയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ഭ്രാന്തി ഉണ്ടായി. എവിടെയാ ഭ്രാന്തി ഉണ്ടായത്? ആ ഭ്രാന്തിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ വസ്തു പുറത്ത് തന്നെയാണ്, സർപ്പം പുറത്താണ്, ഒരു സംശയമില്ല, നമ്മുടെ മുമ്പിലാണ്. എപ്പോഴാണോ അതിൽ നിന്ന് മുക്തനാകുന്നത് അപ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? അത് അകത്താണ്, ചിത്തത്തിലാണ് സംഭവിച്ചത്. അതിനാദ്യന്തങ്ങളുണ്ട്. ആദ്യന്തങ്ങളുള്ള എല്ലാ അനുഭവങ്ങളും ചിത്തത്തിലാണ് സംഭവിക്കുന്നത്. ഈ ജാഗ്രത അനുഭവത്തിനും ആദ്യന്തങ്ങളുണ്ട്. ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്കും സുഷുപ്തിയിലേക്കും തിരിച്ചും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊരു ജാഗ്രത എന്ന് പറഞ്ഞൊരു ജാഗ്രതനെ നമുക്ക് വേർതിരിക്കാനേ പറ്റുന്നില്ല. കാരണം ഈ ജാഗ്രതത്തിലെ കാലബോധം, അതടുത്തതിനെ കുറിച്ച് പറയും, അത് വേറിട്ടിരിക്കുന്നു. ജാഗ്രതത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോയാൽ അവിടെ ഈ കാലബോധമില്ല, ദേശബോധമില്ല. വീണ്ടും സ്വപ്നത്തിലേക്ക് പോയാൽ അവിടെ ഈ കാലദേശങ്ങളില്ല. ഇത് ക്ഷണികമാണ്. ഈ ജാഗ്രത അനുഭവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനാദ്യന്തങ്ങളുണ്ടെന്നേ സ്വീകരിച്ചേ മതിയാകും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സത്യമാകും? ഇത് കേവലം മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ബാഹ്യമായി
അനുഭവപ്പെടുന്ന എല്ലാ ഭാവവികാരങ്ങളും നമ്മൾ പറയുന്നു ഭാവവികാരങ്ങൾ. ഉത്പത്തി മുതൽ നാശം വരെയാണ് ഭാവവികാരങ്ങൾ. ഈ വികാരങ്ങൾ മനസ്സിൽ തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സ് തന്നെ ഭാവത്തെ സൃഷ്ടിക്കുന്നു, അതിൽ സത്യബോധത്തെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിൽ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു. ഇത്രയുമാകുമ്പോൾ മനസ്സ് ബഹിർമുഖമാകും. അത് തന്നെ ചെയ്തതെല്ലാം അത് മറക്കും. മറന്നിട്ട് എല്ലാം പുറമേ നടക്കുന്നു, സ്വയം മറക്കുന്നു. അതിനാണ് ആത്മവിസ്മൃതി എന്ന് പറയുന്നത്. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ബഹിർമുഖമായി ചിന്തിച്ചതിൽ സത്യത്തെ ബുദ്ധി വരുന്നു. അതിനാണ് മായ എന്ന് പറയുന്നത്. ഇത് മിഥ്യൈവ ഖലു തേ സ്മൃതാഃ. ഇത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പുതുതായി പറയുന്ന ഒരു കാര്യമല്ല. പുതുതായി പറയുന്ന അല്ലാന്ന് പറയാൻ എന്താ കാരണം? കാരണം ഈ അനുഭവം പുതിയതല്ല. ഈ അനുഭവം സദാ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ പുതുതാകും? എപ്പോൾ ജാഗ്രതത്തിലേക്ക് വരുന്നോ അപ്പോൾ ഈ അനുഭവമുണ്ട്, എപ്പോൾ സ്വപ്നത്തിലേക്ക് പോകുന്നോ അവിടെ ഈ അനുഭവമുണ്ട്. അതുകൊണ്ടിത് നൂതനമായൊരനുഭവമല്ല. ഈ അനുഭവത്തിൽ കൂടെയാണ് പ്രതിക്ഷണം ഈ ചിത്തം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സത്യമല്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. അത് പുറമേക്ക് നോക്കിയാൽ മനസ്സിലാകത്തില്ല. വസ്തുവിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മനസ്സിലാകത്തില്ല. മനസ്സിലേക്ക് നോക്കണം. അപ്പോൾ മനസ്സിലാകും ഇത് സത്യമല്ല എന്ന് മനസ്സിലാകും. മുമ്പ് വിശദീകരിച്ചാണ് അത് ഭാഷ്യകാരൻ പറയുന്നു. വൈദഗ്ധ്യേ കൃതവ്യാഖ്യാനവും. വൈദഗ്ധ്യ പ്രകരണത്തിൽ ഈ രണ്ട് ശ്ലോകങ്ങളും വ്യാഖ്യാനിച്ചതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ആശയത്തെ വിശദമാക്കിയതാണ്. ശ്ലോകവിഹ സംസാരമോക്ഷ അഭാവപ്രസംഗേന പഠിതവും. മുമ്പ് സംസാരം അസത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ സംസാരം മാത്രമല്ല, മോക്ഷവും അസത്യമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഇത് വീണ്ടും പറയുന്നു. മോക്ഷ സത്യമാണെന്നാണല്ലോ കരുതുന്നത്. അതും അസത്യമാണ്. എന്തുകൊണ്ടത് അസത്യമായിരിക്കുന്നു? കാരണം സംസാരം സംഭവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അതാണ് അജാതം എന്ന് പറയുന്നത്. സംസാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സൃഷ്ടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സൃഷ്ടിയിൽ നിന്ന് മുക്തി നേടണം. സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭ്രാന്തിയാണ്. ഭ്രാന്തി എന്ന് പറയുന്നതാണ് അവസ്തുവാണ്. അവസ്തുവായ ഒന്നിന്റെ സംഭവമില്ല, വിനാശമില്ല. പിന്നെ സംസാരം പോലെ തന്നെ മുക്തി ഒരു ഭ്രാന്തിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് ബോധിപ്പിക്കാൻ വേണ്ടി ഇതൊന്നുകൂടി ഈ ശ്ലോകത്തെ ഇവിടെ പറഞ്ഞാണ്. അതുകൊണ്ട് താൻ വിശദീകരിക്കുന്നില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും കൂടുതൽ വിശദീകരണങ്ങളില്ല. സപ്രയോജനതേഷാം സ്വപ്നേ വിപ്രതിപദ്യതേ തസ്മാദ് ആദ്യന്തവത്വേന മിഥ്യേവ ഖലു തേ സ്മൃതാഃ. സർവേ ധർമ്മാ മൃഷാ സ്വപ്നേ ആയസ്യന്തർനിദർശനാത് സംവൃതേസ്മിൻ പ്രദേശേ വൈ ഭൂതാനാം ദർശനം കുതാ. സർവേ ധർമ്മ മൃഷാ സ്വപ്നേ.
സ്വപ്നത്തെക്കുറിച്ച് ജാഗ്രതയിൽ ചിന്തിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ സ്വപ്നത്തിലല്ലല്ലോ ചിന്തിക്കുന്നു. സ്വപ്നം ജാഗ്രതയിൽ ഒരു സ്മരണ മാത്രമാണ്, അനുഭവമല്ല, ഒരു സ്മൃതിയാണ്. അതെങ്ങനെ അനുഭവപ്പെടുന്നു? കായസ്യ അന്ത നിദർശന, ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് അത് അനുഭവപ്പെട്ടത് എന്ന് കരുതുന്നു. ഉണർന്നതിന് ശേഷം ഈ ജാഗ്രതയിൽ ഈ വസ്തുക്കളെ കാണുമ്പോൾ ഇതെല്ലാം ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് കാണുന്നത് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ ശരീരം കാണുന്നുണ്ട്, ഈ ശരീരത്തിന്റെ ബാഹ്യമായി ദേശത്തെ കാണുന്നുണ്ട്, മനസ്സിൽ കാലബോധമുണ്ട്. അപ്പോൾ ബാഹ്യമായ ദേശത്തിൽ വർത്തമാന കാലത്തിൽ വസ്തുക്കളെ കാണുന്നു. പക്ഷെ ഉണർന്നതിന് ശേഷം പറയുന്നു സ്വപ്നത്തിൽ നിന്നും ഇതെല്ലാം ശരീരത്തിന്റെ ഉള്ളിലാണ് സംഭവിച്ചത്. പക്ഷെ ആ സ്വപ്നത്തിൽ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴോ ഇതുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. കണ്ടുകൊണ്ടിരുന്നപ്പോഴും കണ്ണുകൊണ്ട് വസ്തുക്കളെ കണ്ടു, ശരീരത്തെ കണ്ടു, ശരീരത്തിന് പുറത്ത് ദേശത്തെ കണ്ടു. അവിടെയും വർത്തമാനകാലത്തിൽ ബാഹ്യമായി സർവത്തെയും കണ്ടുകൊണ്ടിരുന്നു. നമ്മൾ പറയും സ്വപ്നത്തിൽ ഉള്ളിൽ കണ്ട്, അതുകൊണ്ടതാ സത്യം. ജാഗ്രതയിൽ ഇതാ പുറമേ കാണുന്നു, അതുകൊണ്ട് ഇത് സത്യം. അത് ശരിയല്ലെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഉണർന്നതിന് ശേഷമാണ് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലാണ് അത് കണ്ടതെന്ന്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴല്ല. കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശരീരത്തെ കണ്ടു, ശരീരത്തിന്റെ ബാഹ്യദേശത്തെയും കണ്ടു. വർത്തമാനകാലം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന വർത്തമാനത്തിലാണ്, ഭൂതഭാവിയിലൊന്നുമല്ല. എന്നാലും നമുക്ക് ഉണരുമ്പോൾ പറയാൻ കഴിയുന്നു അതെല്ലാം ശരീരത്തിന്റെ ഉള്ളിലാണ് നടന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രതയിൽ നിന്ന് ഉണർന്നാൽ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചും അങ്ങനെ പറഞ്ഞുകൂടാ? ഇതും ശരീരത്തിന്റെ ഉള്ളിലാണ് നടന്നത്. എന്നെന്തുകൊണ്ട് പറയാൻ വയ്യ? ശരീരത്തിന്റെ ഉള്ളിൽ എങ്ങനെ നടക്കും? സ്വപ്നം എങ്ങനെയാ ശരീരത്തിന്റെ ഉള്ളിൽ നടന്നത്? വാസ്തവത്തിൽ സ്വപ്നവും ശരീരത്തിന്റെ ഉള്ളിലല്ല നടന്നത്. സ്വപ്നത്തിലെ ബോധം സൃഷ്ടിച്ച ശരീരം, ആ ശരീരത്തിന്റെ പുറത്താണ് നമ്മൾ കാഴ്ചകൾ കണ്ടത്. ആ ശരീരത്തിനുള്ളിലിരുന്ന മനസ്സാണ് അവിടെ ദ്രഷ്ടാവായത്. അപ്പൊ അവിടെ അകവും പുറവും സൃഷ്ടിച്ച എന്താണ്? സ്വപ്നബോധം. ആ ബോധത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ ഉണർന്നപ്പോ? ഇല്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ. ഈ ബോധം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പറഞ്ഞേരെ സ്വപ്നം കണ്ടത് അവനാണ്, മറ്റവനാണെന്ന് പറഞ്ഞു. അത് പറയാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ ഈ ജാഗ്രത് ബോധം ഇത് തന്നെയാണ് സ്വപ്നത്തിനുണ്ടായത്. ഈ ബോധം തന്നെയാണ് അവിടെ അകവും പുറവും സൃഷ്ടിച്ചത്. അതിനൊരു അതിരായിട്ടാണ് ശരീരത്തെ സൃഷ്ടിച്ചത്. എന്നിട്ട് ശരീരത്തിന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ പുറത്ത് എന്ന് പറയുന്നു. എന്തു പറയുന്നു? ശരീരത്തിന്റെ ഉള്ളിൽ ചിത്തം, ശരീരത്തിന്റെ പുറത്ത് പ്രപഞ്ചം, അങ്ങനെ പറയുന്നു. അപ്പൊ ശരീരത്തിന്റെ ഉള്ളിൽ ചിത്തം, ശരീരത്തിന്റെ ഉള്ളിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞ ആരാണ്? ആ ബോധമാണ്, സ്വപ്നബോധമാണ്. ആ സ്വപ്നബോധം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം തന്നെയാണ് അവിടെ ശരീരത്തിന്റെ ഉള്ളിലും ശരീരത്തിന്റെ പുറത്തും വസ്തുക്കളെ സൃഷ്ടിച്ചത്. ശരീരം അവിടെ ഒരു അതിർത്തിയാക്കിയതാണ്. സ്വപ്നത്തിൽ സർവ്വം സംഭവിച്ചവിടെ ബോധത്തിൽ തന്നെ, ശരീരത്തിന്റെ ഉള്ളിലല്ല. മറിച്ച് സ്വപ്നം സൃഷ്ടിച്ച ആ ശരീരം, ആ ശരീരത്തിന്റെ ഉള്ളിലും പുറമേയുമായി സ്വപ്നം
കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബോധം തന്നെ ഇവിടെയും നിൽക്കുന്നതെങ്കിൽ ഇവിടുത്തെ കാഴ്ചയ്ക്കും മാറ്റമൊന്നും വരാൻ വഴിയില്ല. അല്ലെങ്കിൽ ബോധം മാറണം. ഇവിടെയും വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ബോധം ശരീരത്തെ സൃഷ്ടിച്ച് അതിന് ഉള്ളും പുറവും കൽപ്പിച്ച് അവിടെ ദൃശ്യങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ എന്ന് പറയണമെങ്കിൽ, അതായത് സ്വപ്നം പോലെയല്ല ഇത് വേറെയാണെന്ന് പറയണമെങ്കിൽ അവിടെയും ഇവിടെയും രണ്ട് ബോധം പ്രവർത്തിക്കണം. അവിടെ ഇവിടെ രണ്ട് ബോധം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ നീ എന്നറിയണം. ഉണർന്നിരിക്കുന്ന ഞാൻ സ്വപ്നം കണ്ട് നീ എന്നറിയണം. അങ്ങനെയല്ല നമ്മൾ അറിയുന്നു. സ്വപ്നം കണ്ടത് ഞാൻ, ഉണർന്നിരിക്കുന്നത് ഞാൻ. അതുകൊണ്ട് സംവൃതമായ ചുരുങ്ങിയ ഒരു ദേശം, ആ ദേശത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് കരുതുന്നതിനും നല്ലത് എന്താണ്? ബോധം സൃഷ്ടിച്ച ദേശം, അത് ഉള്ളിൽ സംവൃതമായ ഇടുങ്ങിയ ഒരു ദേശം. ശരീരം അതിന് നമ്മളൊരു പരിമിതി കൽപ്പിക്കുന്നു. പുറമെ വിശാലമായ ദേശം, എല്ലാം ബോധത്തിന്റെ സൃഷ്ടിയാണ്. അതിന്റെ സമൃദ്ധത്വവും ആ വിശാലതയെല്ലാം സ്വപ്നത്തിൽ ബോധത്തിന് സൃഷ്ടിക്കാമെങ്കിൽ അതേ ബോധം തന്നെയാണ് ജാഗ്രതത്തിനും പ്രവർത്തിക്കുന്നതെങ്കിൽ അതേ ബോധം തന്നെയാണ് ഇതെല്ലാം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം പറയാൻ കഴിയും? രണ്ടും ഒരേ ബോധമാണെങ്കിൽ എങ്ങനെ വ്യത്യാസം വരും? അതിനു വേണ്ടിയിട്ട് നമ്മളെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ് കായസ്യ അന്തർനിദർശന. ശരീരത്തിന്റെ ഉള്ളിലായിട്ട് നമ്മളവിടെ അനുഭവപ്പെട്ടു. അത് ഉണരുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. കൂടുതൽ ചിന്തിക്കാതെ നമുക്ക് ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സ്വപ്നം നിങ്ങൾ എവിടെ കണ്ടു? ഈ ശരീരത്തിന്റെ ഉള്ളിൽ, പുറമേ അല്ല. വാസ്തവത്തിൽ ഈ ശരീരമല്ല, സ്വപ്നത്തിൽ ശരീരം വേറെയാണ്. സ്വപ്ന ശരീരമാണ്. കാരണം സ്വപ്നത്തിൽ യുവാവും വൃദ്ധനാകാം, വൃദ്ധന് യുവാവാകാം. അപ്പൊ ശരീരം മാറണം. എന്തായാലും അവിടെ ആ ശരീരത്തെ എങ്ങനെ അനുഭവപ്പെട്ടാലും ഉണർന്നതിന് ശേഷം പറയുന്നു. കാരണം ആ ബോധം, സ്വപ്നത്തിലുണ്ടായിരുന്ന ബോധം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ ചേർന്നു. ഈ ഉണർന്നിരിക്കുന്ന ബോധം സൃഷ്ടിച്ച ശരീരത്തിനോട് ചേർന്നു. ഉണർന്നിരിക്കുമ്പോൾ പിന്നെ ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധമേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നു ഈ ശരീരത്തിന്റെ ഉള്ളിൽ കണ്ടു. സ്വപ്നത്തിൽ അതാണെങ്കിൽ പറയുന്നു സമ്പ്രദേ അസ്മിൻ പ്രദേശേ ഭൂതാനാം ദർശനം കുതഃ. ഈ അനന്തവിശാലമായിരിക്കുന്ന ഈ പ്രപഞ്ചം, സൂര്യനും ചന്ദ്രനുമെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഈ അണ്ഡകടാഹങ്ങൾ, ഇതെങ്ങനെ ഈ ചെറിയ ശരീരത്തിന്റെ ഉള്ളിൽ അനുഭവപ്പെടും? ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലല്ല അത് അനുഭവപ്പെട്ടത്, ബോധത്തിന്റെ ഉള്ളിലാണ് അനുഭവപ്പെട്ടത്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നം പറയുന്നത്. സ്വപ്നത്തിൽ അത് ബോധത്തിലാണ് അനുഭവപ്പെട്ടത് എന്ന് ധരിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതുപോലെ എളുപ്പമായി ജാഗ്രതത്തിനും ധരിക്കാം. എന്താണിത്? ബോധത്തിലാണ് അനുഭവപ്പെടുന്നത്. അതിന് വിഷയത്തിന്റെ തലത്തിൽ നിന്ന് മാറി ബോധത്തിന്റെ തലത്തിൽ ചിന്തിക്കണം. ബോധത്തിന്റെ അനന്തമായ വ്യാപ്തി ഈ അനന്തമായ പ്രപഞ്ചത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനന്തമില്ല, അതിനൊരു സീമ പറയാനില്ല. ബോധം ഇത്രമാത്രമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം നമുക്ക് അനന്തമായി അനുഭവപ്പെടും. ബോധം അനന്തമായതുകൊണ്ട് അതിനുള്ളിലാണ് അനുഭവപ്പെടുന്നത്. അല്ലാതെ ഈ സമൃദ്ധമായ ഈ ചുരുങ്ങിയ ഈ ശരീരത്തിന്റെ ഉള്ളിലല്ല ഇത് അനുഭവപ്പെടുന്നത്. ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശരീരത്തെ ആശ്രയിക്കുന്നു, അത്രയേ ഉള്ളൂ. ബോധത്തിന്റെ സ്ഫുരണം ഒരിക്കലും ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടല്ല. ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വപ്നം ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം സ്വപ്നത്തിൽ ഈ ശരീരത്തെ ആശ്രയിച്ചല്ല ഉണ്ടായത്.
സ്വപ്നത്തിൽ ശരീരം തന്നെ മാറി. അവിടെയും ഈ വിശാലമായ പ്രപഞ്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ടിവിടെ പറയും എന്താണ് ഈ വിരാട് ബോധം എന്ന് പറയാം. വിരാട് ബോധം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മുടെ ഈ ബോധം ഈ ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഈ വെഷ്ടി ശരീരത്തെ, ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ബോധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അതിനെ ചുരുക്കി നമ്മൾ പറയും അത് നമ്മുടെ ഹൃദയത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയും. അത് നമ്മൾ ചിന്ത കൊണ്ട് അതിനെ സങ്കുചിതമാക്കിയിട്ടാണ്. അതാണ് വസ്തുനിഷ്ഠമായ ചിന്തയെന്ന് പറയുന്നത്. ബോധത്തെ നമ്മൾ ചുരുക്കി നമ്മുടെ തലച്ചോറിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിന്റെ കേന്ദ്രം അതാണ് എന്ന് കരുതും. അതെന്താണ്? വളരെ അല്പമായൊരു പിണ്ഡം മാത്രമാണ്. അതിനെ ആശ്രയിച്ചാണ് ഇത് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ സ്വപ്നത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കും? അവിടെ ശരീരം ആയിരുന്നില്ലല്ലോ. അവിടെ ഈ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടത്. അപ്പോൾ ബോധം അനന്തമായ വ്യാപ്തിയുള്ളതാണ്. അതിലിതുപോലെ അനേക ശരീരങ്ങളുണ്ടാകാം. അനേക ശരീരങ്ങൾ അതിൽ ഉയരുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ വിരാട് ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിരാട് ബോധത്തിലാണ് ഈ ജാഗ്രത് പ്രപഞ്ചം നിലനിൽക്കുന്നത്. മറിച്ച് വളരെ സമൃദ്ധമായ ചുരുങ്ങിയ ഈ ശരീരത്തെ ആശ്രയിച്ചല്ല. ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ല. ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കണമെങ്കിൽ ആ പ്രപഞ്ചത്തെക്കാൾ വ്യാപ്തമായ ഒന്നിനെ നിലനിൽക്കാൻ പറ്റും. ആ പ്രപഞ്ചത്തെക്കാൾ വ്യാപ്തമായിരിക്കുന്നത് പ്രപഞ്ചത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒന്നിനെ പറ്റും. അതാണ് ഇവിടെ പറയുന്ന ചിത്തം. അതുകൊണ്ട് ചോദിക്കുന്നു, സമൃദ്ധേ അസ്മിൻ പ്രദേശേ, സമൃദ്ധമായിരിക്കുന്ന ഈ പ്രദേശത്ത് ഭൂതാനാം ദർശനം കുതഃ, ഈ കാണുന്ന ഈ പ്രപഞ്ചം, അതിന്റെ ദർശനം എങ്ങനെ ഉണ്ടാവും? അത് സാധ്യമല്ല എന്നർത്ഥം. നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. അനന്തവ്യാപ്തിയുള്ള ഈ ബോധത്തിൽ ഇതുപോലെ അനന്ത ശരീരങ്ങൾ കാണുന്നു. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്നത്തെ പറഞ്ഞത്. സ്വപ്നം പോലെ. അതുകൊണ്ട് മറിച്ചുള്ള അനുഭവം എന്താണ്? ഈ ചുരുങ്ങിയ ശരീരത്തിൽ ബോധം പ്രകാശിക്കുന്നു. അതിലൂടെ ബോധം പ്രപഞ്ചത്തെ കാണുന്നു, ബാഹ്യമായ പ്രപഞ്ചത്തെ കാണുന്നു എന്നെല്ലാമുള്ള വസ്തുനിഷ്ഠമായ ബോധം അത് ശരിയല്ല. മറിച്ച് ആത്മനിഷ്ഠമായ, ചിത്തനിഷ്ഠമായ ആ ബോധം അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതാണ് പരമാർത്ഥം. സർവേ ധർമ്മാ മൃഷാ സ്വപ്നേ കായസ്യന്തർനിദർശനാത് സമൃതേസ്മിൻ പ്രദേശേ വൈ ഭൂതാനാം ദർശനം കുതഃ നിമിത്തസ്യ നിമിത്തത്വം ഇഷ്യതേ ഭൂതദർശന ഇതി അയം അർത്ഥഃ പ്രപഞ്ചത്തെ ഏതൈഹി ശ്ലോകൈഹി. ഈ ശ്ലോകങ്ങളെല്ലാം പറയുന്ന ഇതാണ്. നിമിത്തസ്യ നിമിത്തത്വം. വിഷയം ബോധത്തിന് കാരണമാണ്. വിഷയത്തെ ആശ്രയിച്ച് ബോധം ഉണ്ടാകുന്നു, നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഭൂതദർശന പരമാർത്ഥ ദർശന നേരത്തെ പറഞ്ഞു. അതിനെ തുടർന്ന് വരുന്ന അതിന്റെ തന്നെ കൂടുതൽ വിശദീകരണങ്ങളാണിത്.
പ്രപഞ്ചത്തെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഭൂതദർശന, പരമാർത്ഥ ദർശന. പരമാർത്ഥ ദർശനം എന്ന് പറയുമ്പോൾ ആത്മനിഷ്ഠമായ ദർശനം, ബോധനിഷ്ഠമായ കാഴ്ചപ്പാട്, ബോധനിഷ്ഠമായ ചിന്ത, മനനം. അവിടെ മനസ്സിലാകുന്നത് എന്താണ്? ഈ ബോധത്തിൽ നിന്ന് വേറിട്ട ഒരു വിഷയത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ അനുഭവം. എന്താണ്? മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്. പേനയിരിക്കുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവ്. ഇങ്ങനെ നമ്മൾ കരുതുന്നു. അത് ശരിയല്ല. നമ്മുടെ അറിവിൽ പുസ്തകവും പേനയും എല്ലാം മാറി മാറി പ്രത്യക്ഷപ്പെടുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അറിവിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഓരോ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവെല്ലാം ഉണ്ടാകുന്നു. മറിച്ച് അറിവിൽ ഇതെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സ്വപ്നം പോലെ. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നയുക്തം ദർശനം ഗത്വാ കാലസ്യാനിയമാദ്ഗതോ പ്രതിബുദ്ധശ്ച വൈ സർവഃ തസ്മിൻ ദേശേ ന വിദ്യതേ. ജാഗരിതേ ഗത്യാഗമനകാലോ നിയതോ ദേശഃ പ്രമാണതഃ യഃ തസ്യ അനിയമാത് നിയമസ്യ അഭാവാത് സ്വപ്നേന ദേശാന്തരഗമനം ഇത്യർത്ഥഃ. ഇതൊന്നും ചർച്ച ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞ ആശയത്തെ തന്നെ വിശദീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ ധരിക്കുന്ന എന്താണ്? ഇവിടെ കാലദേശങ്ങൾക്ക് നിയമമുണ്ട്. കാലത്തിന്റെ നിയമം എന്താണ്? ഇന്നലെ, ഇന്ന്, നാളെ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലത്തതിന്റെ ബാക്കിയാണ് ഇന്ന്, ഇതിന്റെ ബാക്കി നാളെ. കാലത്തിനൊരു നൈരന്തര്യം ഇവിടെ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് പൂർവ്വജാഗ്രതകളെ യോജിപ്പിച്ച് ഇനി വരാൻ പോകുന്ന ജാഗ്രതകളെയും ഇതിനോട് ചേർത്ത് വച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇന്നലെ, ഇന്ന്, നാളെ ഈ ജാഗ്രതയിലുണ്ടെന്നാണ്. ആ ജാഗ്രതത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ സ്വപ്നത്തെയും സുഷുപ്തിയെല്ലാം കാണും. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ അവിടെ കാലത്തിന് നിയമം ഇല്ല എന്ന് പറയുന്നു. നയുക്തം ദർശനം ഗത്വാ കാലസ്യ അനിയമാ. ജാഗ്രതേ ഗത്യാഗമനകാലോ നിയതോ ദേശഃ പ്രമാണത. സ്വപ്നത്തിൽ അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നാണ്. സ്വപ്നത്തിൽ വേറൊരു സ്ഥലത്ത് പോയി ഒരു കാഴ്ച കാണുന്നു. സ്വപ്നത്തിൽ കാശിയിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ജാഗ്രതയിലേക്ക് വരുമ്പോഴോ പോയ സ്ഥലത്തല്ല, എവിടെ നിന്നാണോ കാഴ്ചകൾ കണ്ട അവിടെയല്ല, ഇവിടെയാണ്. ജാഗ്രതയിൽ അങ്ങനെയാണ്. കാശിയിൽ പോയി കാഴ്ച കണ്ടാൽ അവിടെ നിൽക്കാൻ പറ്റുന്നു. ഇവിടെ അങ്ങനെയല്ല, സ്വപ്നത്തിൽ അങ്ങനെയല്ല. ദൂരദേശത്ത് പോയി കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാഴ്ച കാണാൻ പറ്റും. ഉണരുമ്പോൾ എവിടെയാണോ ഉറങ്ങിയത് ആ സ്ഥലത്ത് തന്നെ. ഇതാണ് നമ്മൾ വ്യത്യാസം പറയുന്നത്. അതിനെന്ത് പറയുന്നു? കാലദേശങ്ങൾക്ക് അവിടെ നിയമമില്ലാത്തതുകൊണ്ട്. അവിടെ നമ്മൾ മറ്റൊരു ദേശത്ത് പോയെങ്കിലും അവിടെ നിൽക്കാൻ കഴിയുന്നില്ല.
പ്രതിബുദ്ധശ്ച വൈ സർവ തസ്മിൻ ദേശേ ന വിദ്യത്തെ. ഉണർന്നവൻ അവൻ എത്തിച്ചേർന്ന ദേശത്ത് നിൽക്കുന്നില്ല. അതാണ് വ്യത്യാസം. ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഇതെല്ലാം ജാഗ്രതയിലിരുന്നുകൊണ്ടുള്ള കൽപ്പനയാണ്. ശരിയാണ്, ഉറക്കത്തിൽ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ യാത്ര ചെയ്തു, മറ്റൊരു ദേശത്തിലെത്തി. സ്വപ്നത്തിൽ അതിനൊന്നും മാറ്റമില്ല. സ്വപ്നത്തിൽ മറ്റൊരു ദേശത്തിലെത്തിയാൽ അവനവിടെ ഉറങ്ങാം, അവിടെ ഉണരാം, അവിടെ തന്നെ ഉണരാം. അതെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കാം. മാറ്റം സംഭവിക്കുന്ന ഇപ്പോൾ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴാണ്. ആ സമയത്ത് മാത്രമേ ആ മാറ്റം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ജാഗ്രതയിൽ സംഭവിക്കുന്ന പോലെ തന്നെ സംഭവിക്കാം. ജാഗ്രതയിൽ എന്ത് സംഭവിക്കുന്നു? കാശിക്ക് പോകുന്നു, അവിടെ ഉറങ്ങുന്നു, ഉണരുന്നു, സ്വപ്നം കാണുന്നു, ജാഗ്രത സംഭവിക്കുന്നില്ല. ഇത് തന്നെ സ്വപ്നത്തിൽ സംഭവിക്കാം. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുന്നു. പറയുന്നു എന്താണ്? പ്രതിബുദ്ധശ്ച വൈ സർവ തസ്മിൻ ദേശേന വിദ്യത. ഞാൻ ഉണർന്നത് ആ സ്വപ്നത്തിൽ പോയ സ്ഥലത്തല്ല എന്ന് പറയുന്നു. എന്നിട്ടെന്ത് പറയുന്നു? അവിടെ കാലദേശങ്ങൾക്ക് നിയമമില്ല എന്ന് പറയുന്നു. അത് ഉണർന്നതിന് ശേഷം പറയുന്നതാണ്. സ്വപ്നത്തിൽ അങ്ങനെയല്ല. സ്വപ്നം കാണുന്ന സമയത്ത് അവിടെ കാലദേശങ്ങൾക്ക് നിയമമുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നം കാണുന്നവന് കാശിയിൽ പോകാൻ കഴിയുന്നു, അവിടെ ഉറങ്ങാൻ കഴിയുന്നു, അവിടെ ഉണരാൻ കഴിയുന്നു, അവിടെ സ്വപ്നം കാണാൻ കഴിയുന്നു. ഉണർന്നു കഴിയുമ്പോൾ അത് ബോധ്യപ്പെടുന്നു. കാരണം ഉണർന്നത് സ്വപ്നത്തിൽ കാശിയിലായിരുന്നു. കാശിയിലെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ ഉണർന്നപ്പോൾ വീണ്ടും പഴയ സ്ഥാനത്തായി. ഇത് ജാഗ്രത സംഭവിക്കുന്നു. ജാഗ്രതത്തിൽ ഈ കാലദേശങ്ങൾക്ക് നിയമമുണ്ട് എന്ന് കരുതി ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുന്നവൻ ഇത് ബോധ്യപ്പെടുകയാണ്. ഇത് സത്യമല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് അയാൾക്ക് ഇതും സ്വപ്നം പോലെ തന്നെ ബോധ്യപ്പെടുന്നു. എന്താണ്? ഇവിടുത്തെ കാലദേശങ്ങൾക്ക് നിയമമൊന്നുമില്ല. സ്വപ്നത്തെ എങ്ങനെയാണോ ജാഗ്രതയായി അനുഭവിച്ചിട്ടും ജാഗ്രതയിലേക്ക് വന്നപ്പോൾ അത് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്നിട്ട് പറഞ്ഞു എന്താണ്? അവിടെ കാലദേശങ്ങൾക്ക് നിയമമില്ല എന്ന് പറഞ്ഞത്. അതുപോലെ ഈ ജാഗ്രതത്തിനെ ജാഗ്രതയായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയോ ഒരാൾക്ക് ബോധ്യപ്പെടുകയാണ് എന്താണോ ഇവിടുത്തെ കാലദേശങ്ങൾക്ക് നിയമമൊന്നുമില്ല, ഇതും പരമാർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇത് സ്വപ്ന സമം തന്നെ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ജാഗ്രതും സ്വപ്നവും തമ്മിലുള്ള ആ ഭേദം വളരെ സ്ഥൂലമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. സ്ഥൂലമായൊരു ഭേദമുണ്ട്. ആ സ്ഥൂലമായ ഭേദത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ സ്വപ്നം കണ്ടപ്പോൾ കാശിയിലായിരുന്നു, ഉണർന്നപ്പോൾ ഉറങ്ങിയ സ്ഥാനത്തായി എന്ന് പറയുന്നു. അതീ ജാഗ്രത കാലദേശങ്ങളുടെ നിയമങ്ങൾ അസത്യമാണെന്ന് ബോധിക്കാത്തതുകൊണ്ടാണ്. ബോധിച്ചു കഴിഞ്ഞാൽ ഇത് സ്വപ്നസമം തന്നെ. സ്വപ്നത്തിൽ സംഭവിച്ചതിൽ നിന്നും കൂടുതലായി ഒന്നുകൂടെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്വപ്നത്തിലും അനുഭവവേളയിൽ അവിടെ നിയമങ്ങളുണ്ടായിരുന്നു. ജാഗ്രതത്തിലും അനുഭവവേളയിൽ ഇവിടെ നിയമങ്ങളുണ്ട്. ഇത്രയും അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഭാഷ്യകാരൻ കൂടുതൽ വിശദീകരിക്കാത്തത്. മുമ്പ് ചർച്ച ചെയ്തതാണ്.
ന യുക്തം ദർശനം ഗത്വാ കാലസ്യാനിയമാദ്ഗതൗ പ്രതിബുദ്ധശ്ച വൈ സർവ തസ്മിൻ ദേശേ ന വിദ്യത്തെ മിത്രാദ്യൈ സഹ സമ്മന്ത്ര്യ സംബുദ്ധോ ന പ്രപദ്യതേ ഗൃഹീതം ചാപി യത് കിഞ്ചിത് പ്രതിബുദ്ധോ ന പശ്യതി മിത്രാദ്യൈ സഹ സമ്മന്ത്ര്യ തദേവ സമ്മന്ത്രണം പ്രതിബുദ്ധോ ന പ്രപദ്യതേ. അക്കാര്യം തന്നെ വിശദീകരിക്കുകയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നെങ്കിലും പരമാർത്ഥത്തിൽ വ്യത്യാസമില്ല എന്ന് കാണിക്കാൻ വേണ്ടി. മിത്രാദ്യൈ സഹ സമ്മന്ത്ര്യ, സ്വപ്നത്തിൽ സുഹൃത്തുക്കളെയൊക്കെ കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. തദേവ മന്ത്രണം, ആ ഇടപാടുകളെല്ലാം പ്രതിബുദ്ധോ എന്ന പ്രതിബദ്ധ ഉണർന്നവൻ ഒന്നും കാണുന്നില്ല. സ്വപ്നത്തിലെ സംസാരം ഉണർന്നതിന് ശേഷം നമ്മൾ സ്വപ്നത്തിൽ സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ആരും അറിയുന്നില്ല. സ്വപ്നത്തിൽ താനും താൻ തന്നെ സൃഷ്ടിച്ച മിത്രങ്ങളുമായിരുന്നു. അവരുമായിട്ടുള്ള സംഭാഷണം ജാഗ്രതയിലെ മിത്രങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജാഗ്രതയിലെ മിത്രങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റുന്നില്ല. അവിടുത്തെ കാലദേശങ്ങൾ ഭിന്നമായി ജാഗ്രതയിൽ ഗ്രഹിക്കുന്നു. ഈ കാലദേശങ്ങളായിരുന്നില്ല അവിടെ എന്ന് ഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉണർന്നവന് അതൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഗ്രഹീതം കിഞ്ചിത് ഹിരണ്യാദിന പ്രാപ്നോതി. സ്വപ്നത്തിൽ അയാൾ സമ്പാദിച്ചു ഹിരണ്യാദി. സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചു. ജാഗ്രതയിൽ വന്നപ്പോ ഇല്ല, വീണ്ടും നിസ്സനായി, ദരിദ്രനായി. സ്വപ്നത്തിൽ സമ്പാദിച്ച ഒന്നും ജാഗ്രതയിൽ വരുന്നില്ല. എന്ന പ്രാപ്നോതി. എന്തുകൊണ്ടത് അസത്യമായതുകൊണ്ട്. അതുകൊണ്ടാണത് അസത്യമാണെന്ന് ബോധിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ സപ്രയോജനത, അതിവിടെ തുടരുന്നില്ല. അധശ്ചന ദേശാന്തരം ഗച്ഛതി സ്വപ്നെ. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാൻ എന്താണ്, ദേശാന്തരത്തിൽ പോകുന്നില്ല. സ്വപ്നത്തിൽ പോകുന്നത് സ്വപ്നത്തിലെ ദേശത്തിലാണ്, ജാഗ്രതയുടെ ദേശത്തിൽ പോകുന്നില്ല എന്നർത്ഥം. സ്വപ്നത്തിൽ നേടിയത് സ്വപ്നത്തിലെ ധനമാണ്, ജാഗ്രതയിലെ ധനമല്ല. അതുകൊണ്ട് ആദ്യം സ്വപ്നം അവിടെ കാലദേശങ്ങൾ അവ്യവസ്ഥിതമാണ്. അനുഭവം പാടെ അസത്യമാണെന്ന് ബോധിക്കുന്നു. അത് സമമാണ് ജാഗ്രത എന്ന് അടുത്ത് ബോധിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മിത്രാദി സഹ സമ്മന്ത്ര്യ സംബുദ്ധോ ന പ്രപദ്യതേ ഗ്രഹീതം ചാപി യത് കിഞ്ചിത് പ്രതിബുദ്ധോ ന പശ്യതി സ്വപ്നേ ചാവസ്തുകായ പൃഥക് അന്യസ്യ ദർശനാത് യഥാ കായസ്തഥാ സർവം ചിത്തദൃശ്യമവസ്തുകം സ്വപ്നേ ച അടൻ ദൃശ്യത്തെ കായഃ സ്വ അവസ്തുകഃ തതോ അന്യസ്യ സ്വോപദേശസ്തസ്യ പൃഥക് കായാന്തരസ്യ ദർശന. സ്വപ്നത്തിൽ അവ സഞ്ചരിക്കുന്നു, കാശിയിലേക്ക് നടന്നാ പോയത്. അടൻ ദൃശ്യത്തെ നടന്നു പോകുന്നു, സഞ്ചരിക്കുന്നു. ആ ശരീരം സ്വ അവസ്തുകഃ, അതവന് ബോധ്യപ്പെടുന്നു. ഉണരുമ്പോൾ അത് അസത്യമാണ്. ഉണരുമ്പോഴേ ബോധ്യപ്പെടുന്നുള്ളൂ, അതാണ്. ആ സമയത്ത് ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? തതോ അന്യസ്യ സ്വോപദേശസ്യ പൃഥക് കായാന്തരസ്യ ദർശന. ഉണരുമ്പോ
ആ ഉറങ്ങാൻ കിടന്ന ആ ശരീരം, സ്വപ്നം കണ്ട ശരീരമാണ്. ഉറങ്ങാൻ കിടന്ന ശരീരത്തെ കാണും. കാരണം സ്വപ്നത്തിൽ യുവാവായിട്ടാണ് സഞ്ചരിച്ചത്. ഉറങ്ങാൻ കിടന്ന വൃദ്ധനാണ്. അപ്പൊ തന്റെ വൃദ്ധ ശരീരത്തെ പിന്നീട് കാണുന്നു. യഥാ സ്വപ്നദൃശ്യ കായോ അസൻ, ഉണരുമ്പോൾ ബോധ്യപ്പെടുന്നു. ഇവിടെ എന്തുകൊണ്ട് ഇത് പറയുന്നത്? എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. സ്വപ്നം വാസ്തവമല്ല. ഇവിടെ അത് പറയുന്നത് സ്വപ്നം വാസ്തവമല്ല എന്ന് ബോധിക്കുന്ന ആ രീതി, അത് മനനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ രീതി നമ്മൾക്ക് അറിയില്ല. സ്വപ്നം വാസ്തവമല്ല എന്ന് ചിന്തിക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അതാർക്കും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് ജാഗ്രത സത്യമാണെന്ന് നമുക്ക് ചിന്തിക്കാതെ പറയാൻ കഴിയും. ചിന്തിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ചിന്തിക്കാതെ ഈ ജാഗ്രത സത്യമെന്ന് കരുതിയതുപോലെയാണ് സ്വപ്ന സത്യമെന്ന് അപ്പോൾ നമ്മൾ കരുതിയത്. സ്വപ്ന സത്യമാണെന്ന് കരുതാൻ നമുക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. കണ്ടുകൊണ്ടിരുന്നപ്പോൾ സത്യം തന്നെയായിരുന്നു, പ്രത്യക്ഷ സത്യം. ജാഗ്രതയുടെ അസത്യമെന്ന് പറയാനും ചിന്തിക്കേണ്ടി വരുന്നില്ല. ജാഗ്രതയുടെ ഇത് ചിന്തിക്കാതെ തന്നെ നമ്മൾ സത്യമെന്ന് പറയുന്നു. പക്ഷെ ഇത് അസത്യമെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? സ്വപ്നത്തിലെ ആ അസത്യത്തെ ചിന്തിച്ച് മനസ്സിലാക്കണം. ചിന്തിക്കാതെ അസത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഈ ജാഗ്രത അസത്യമെന്ന് ബോധ്യപ്പെടാതെ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് സ്വപ്നത്തിലെ ആ അസത്യത്തെക്കുറിച്ച്. ആ ചിന്ത എവിടെയെങ്കിലും ഒരിടത്ത് ദിട്ടപ്പെട്ടാൽ അത് ജാഗ്രതയിലും പ്രയോഗിക്കാം. അത് ജാഗ്രത പ്രയോഗിക്കുമ്പോൾ ജാഗ്രതയെ സംബന്ധിച്ചും ബോധ്യപ്പെടും. കേവലം ബുദ്ധിക്ക് ബോധ്യപ്പെടുകയെങ്കിലും ചെയ്യും. എന്താണോ ഇതും ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യമല്ല എന്ന് മനസ്സിലാകും. സ്വപ്നം പോലെ അത് ചിന്തിക്കാതെ സത്യമെന്ന് ഗ്രഹിച്ചു. പിന്നീടത് ചിന്തിക്കാതെ തന്നെ അസത്യമെന്ന് ബോധ്യപ്പെട്ടു. അതെങ്ങനെ അസത്യമാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ജാഗ്രതമായി അതിന് വ്യത്യാസം വരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ജാഗ്രതയിൽ സംഭവിക്കുന്നത് എന്ന് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് യഥാ സ്വപ്നദൃശ്യ കായോ അസൻ. എങ്ങനെയാണ് സ്വപ്നദൃശ്യമായ ഈ ശരീരം അസത്തായത്? അതിനെക്കുറിച്ച് ചിന്തിക്കുക. വെറുതെ സ്വപ്നത്തെ സ്മരിച്ചിട്ട് അത് അസത്യമെന്ന് പറഞ്ഞാൽ പോരാ. അതാർക്കും പറയാൻ കഴിയും. തഥാ അതുപോലെ സർവം ചിത്തദൃശ്യം അവസ്തുകം ജാഗരദേവി ചിത്തദൃശ്യത്വ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെ നമ്മളോട് പറയുന്നു. അതുപോലെ സർവം ചിത്തദൃശ്യം അവസ്തുകം. അത് ചിത്തദൃശ്യമായതുകൊണ്ടാണ് അത് അസത്തായത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതും ജാഗരദേവി ഉണർന്നിരിക്കുമ്പോഴും കാണുന്ന സർവചിത്തദൃശ്യങ്ങളും അവസ്തുകം പരമാർത്ഥമല്ല. സ്വപ്നസമത്വ അസത് ജാഗരിതമപി ഇതി പ്രകരണാർത്ഥ. ഈ സന്ദർഭത്തിൽ ഈ സ്വപ്നത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തത് ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കേവലമായ സ്മരണ അതിനൊരു സ്മരണയിൽ ഒതുക്കാതെ അതിനെ ജാഗ്രതയിൽ ചർച്ച ചെയ്യും, ചിന്തിക്കണം. എന്തുകൊണ്ടതങ്ങനെ സംഭവിച്ചു? അപ്പോൾ മനസ്സിലാവും സ്വപ്ന സമത്വാദിതും സ്വപ്ന സമം തന്നെ. അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അതുപോലെ ഇതിനെക്കുറിച്ചും ചിന്തിക്കാം. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്ന് ബോധപ്പെടും. അപ്പോൾ അസത് ജാഗരിതമപി, ഈ കാണുന്ന ജാഗ്രതും അസത്ത് തന്നെയാണ്. അതാണ് ഈ വരുന്ന
ഈ പ്രകടനത്തിന്റെ താല്പര്യം. അതുകൊണ്ടാണ് ഇത് വൈദഗ്ധ്യ പ്രകടനത്തിൽ ചർച്ച ചെയ്ത കാര്യം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. മനനത്തിലൂടെ ജാഗ്രത അസത്താണെന്ന് ബോധ്യപ്പെടാം. അതുകൊണ്ട് പറയും എന്താണ്, സ്വപ്നം നല്ലൊരു ദൃഷ്ടാന്തമാണ്. നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഒരു ഉദാഹരണം വെച്ച് ചിന്തിക്കാൻ പറ്റും. ഈ അനുഭവം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ഇത് സ്വപ്നമാണെന്നൊന്നും പറയുന്നു. ഇത് സ്വപ്നം പോലെ ഒരു അനുഭവമേ പറയുന്നു. സ്വപ്നം പോലെ എന്ന് പറയുമ്പോൾ എന്താണ് ആ സാദൃശ്യം? സ്വപ്നത്തിലെ അവസ്തുത്വം, ആ പരമാർത്ഥത അതിവിടെയുണ്ട്. അല്ല, ഇത് സ്വപ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും പരിഹസിക്കും. എന്തുകൊണ്ട് ഇത് ജാഗ്രതയായി അനുഭവപ്പെടുന്നു, ഇതിനെ സ്വപ്നം എന്നങ്ങനെ പറയാൻ പറ്റും? ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, രണ്ടിലുള്ള സമാനത അതിവിടെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രകരണം ചർച്ച ചെയ്തെന്നാണ് പറയുന്നത്. യഥാ കായസ്തഥാ സർവം ചിത്തദൃശ്യമവസ്തുകം സ്വപ്നേ ചാവസ്തുകായ പൃഥക് അന്യസ്യ ദർശനാത് യഥാ കായസ്തഥാ സർവം ചിത്തദൃശ്യമവസ്തുകം. ശാന്തി ശാന്തി